ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലേ ഡയറി. അപ്പൊ ഇന്നത്തെ വീഡിയോസ് നമ്മൾ ക്ലേ മേക്ക് ചെയ്യുന്നോ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നോ ഒന്നുമല്ല. ഇന്നൊരു ചെറിയ അൺബോക്സിംഗ് ആണ്. ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നുമില്ല, കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ. ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടായിട്ട് ക്ലേ മാത്രം ആവാത്തത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പ്രൊഡക്ട്സ് വാങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ ക്രോഷ്യ അറിയുന്നതുകൊണ്ടൊന്നുമല്ല, ക്രോഷ്യ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുള്ളത്. മെയിനായിട്ട് ഇതിലുള്ളത് 3 യാൺസും ഒരു ഹുക്കും ആണ്. ഈ ഒരു ഹുക്ക് വരുന്നത് 4mm ഹുക്കാണ്. ആൻഡ് ഞാൻ ഷോപ്പിൽ പോയ ടൈമിൽ ഇതിന്റെ കൂടുതൽ തന്നെ ഒരു പൈപ്പ് ക്ലീനറിന്റെ സെറ്റും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എനിക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ പൈപ്പ് ക്ലീനർ ഏകദേശം ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ളതാണ് കിട്ടിയിട്ടില്ല. അതൊന്നാ മടങ്ങി ഷേപ്പ് പോയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് വെച്ചിട്ട് ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു പൈപ്പ് ക്ലീനർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ 3 യാൺസ് ആണ് വാങ്ങിയത്. അത് 3ഉം ഞാൻ വാങ്ങിയിട്ടുള്ള ഡിഫറെന്റ് കളേഴ്സ് ആണ്, യെല്ലോ, ഗ്രീൻ, ബ്രൗൺ. ഇത് വെച്ചിട്ട് സൺഫ്ലവർ ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല, പഠിച്ചു തുടങ്ങുന്നുള്ളൂ. ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ വീഡിയോ ആദ്യം ASMR വീഡിയോ രീതിയിൽ എടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ പനി കാരണം അതങ്ങോട്ട് പറ്റിയിട്ടില്ല. വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് ഞാൻ നോക്കുമ്പോൾ അതിലുണ്ട് എൻ്റെ സൗണ്ട്. അപ്പം പിന്നെ അതും കൂട്ടിയിട്ട് വെക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഞാൻ ഒരു ക്ലിപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ നോയ്സ് കുറയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ പൈപ്പ് ക്ലീനറിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് മടക്കി ഒടിക്കാനൊക്കെ പറ്റും. നമ്മുടെ നാട്ടിലുള്ള ഷോപ്പിലൊക്കെ ഏകദേശം 2 രൂപക്കാണ് ഈ ഒരു പൈപ്പ് ക്ലീനറിന്റെ ഒറ്റ പീസ് കിട്ടുന്നത്. അഥവാ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് കിട്ടുമ്പോൾ തന്നെ കുറച്ചും കൂടെ വളഞ്ഞും തിരിഞ്ഞിട്ടൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് വെച്ച് ചെയ്ത ക്രാഫ്റ്റും അത്ര അങ്ങോട്ട് വൃത്തിയിൽ വന്നിട്ടില്ല. ഇതിന്റെ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നോട്ട് ദ പോയിന്റ്, അടുത്തത് വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം വാങ്ങാൻ നോക്കുക. അതുപോലെ തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ക്രോഷ്യ ചെയ്യാനുള്ള യാൺസിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്കറിയില്ല. ഞാൻ അതിന്റെ പ്രൈസുകൾ എല്ലാത്തിൻ്റെയും പറഞ്ഞുതരാം. ഈ ഒരു ഹുക്ക് വരുന്നത് 4mm ഹുക്കാണ്. ഞാനിത് 30 രൂപക്കാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ എല്ലാ ക്രോഷ്യയുടെ യാൺസിനും പല പല ഡിഫറെന്റ് റേറ്റ്സ് ആവും. ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ഒരു യാൺസിന് ഒന്നിന് 10 രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. നമ്മൾ ചാനൽ തുടങ്ങിയ ടൈമിൽ വെറും ക്ലേ വീഡിയോസ് മാത്രമായിരുന്നു അപ്ലോഡ് ചെയ്തത്. അപ്പം എനിക്ക് കുറച്ച് ബോറായിട്ട് തോന്നി തുടങ്ങിയപ്പോഴാണ് വേറെ എന്തെങ്കിലും ക്രാഫ്റ്റുകൾ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വാങ്ങിയതാണ് ഈ ഒരു ക്രോഷറ്റിന്റെ ഐറ്റംസ് ഒക്കെ. അപ്പം നമ്മുടെ ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ DIY ക്രാഫ്റ്റ് വീഡിയോസ്, കാൻഡിൽ ആർട്ട്, സോയിൽ ആർട്ട്, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇതിന്റെ കൂടുതൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് പൈപ്പ് ക്ലീനേഴ്സ് ആണ്. ഞാൻ ഏകദേശം 25 പീസോളം വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു യാൺസ് പോലെ തന്നെ പൈപ്പ് ക്ലീനർ വെച്ചിട്ടും നമുക്ക് ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്ലവേഴ്സ് ആയാലും ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ നമ്മുടെ ചാനലിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അൺബോക്സിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.